ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ്. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ പോവുകയാണ് കേട്ടോ. രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് ഹൈടെക് സിറ്റിയിലേക്കാണ്. ഹൈടെക് സിറ്റിയിലാണ് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുള്ളത്. മോൾക്ക് കമ്പനി 10 ദിവസത്തേക്ക് ഹോട്ടൽ റൂം അലോ ചെയ്തിട്ടുണ്ട്. ആ 10 ദിവസത്തിനുള്ളിൽ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം അവർ കണ്ടെത്തിയാൽ മതി. മോൾക്ക് മാത്രമല്ല, മോളുടെ ഒപ്പം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സെയിം ഹോട്ടലിൽ തന്നെയാണ് അവർ റൂം എടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിലെത്തി. മോളും ചേട്ടനും കൂടി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിൽക്കുകയാണ്. അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആ ഹോട്ടലിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇത് അവരുടെ ഹോട്ടലിൻ്റെ തന്നെ ട്രോളിയാണ്, നമ്മുടെ ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ലഗേജൊക്കെ കയറ്റി വെച്ചിട്ട് അവർ തന്നെ റൂമിലെത്തിച്ച് തരും. അവർ പോയതിൻ്റെ പുറകെ തന്നെ ഞങ്ങളും റൂമിലേക്ക് പോയി കേട്ടോ. ഞങ്ങളുടെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 കസേരയുണ്ട്, ഒരു സെറ്റി ഉണ്ട്, ടീപ്പോയ് ഉണ്ട്, പിന്നെ ദേ ഇവിടെ 2 കുപ്പിയിൽ വെള്ളമുണ്ട്, ഗ്ലാസ് ഉണ്ട്, കെറ്റിലും ചായപ്പൊടി, കാപ്പിപ്പൊടി, ഷുഗർ, മിൽക്ക് പൗഡർ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയ സൈഡ് ടേബിളുണ്ട്, ചെയറുണ്ട്. മോള് ചെയറിലിരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാണ്. ഞങ്ങൾ ഏകദേശം ഒരു 11:45 ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഫുഡ് ഓർഡർ ചെയ്യാണ്. അതിൻ്റെ ഇടയിലാണ് ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു സേഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാല്യുബിൾ തിങ്സൊക്കെ വെച്ച് പൂട്ടി നമ്പർ ലോക്ക് ചെയ്യാവുന്ന ഒരു സേഫ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ബാഗൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. അതിന് താഴെ ഒരു ബാത്റൂം ചപ്പൽസ് കൊടുത്തിട്ടുണ്ട്. ടവലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. പിന്നെ റൂമിൽ ഫോണുണ്ട്. ബെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ടേബിളുണ്ട്. ഇത് ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത് കാണുന്നത് ഡ്രയറാണ്, നമുക്ക് മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഷവർ ഏരിയയാണിത്. അവിടെയും ഒരു ചെറിയ സോപ്പ് ഉണ്ടായിരുന്നു, ഷാമ്പു ഉണ്ടായിരുന്നു, പിന്നെ ടവൽസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തി ഉണ്ടായിരുന്നു, അത് പറയാതെ വയ്യ. നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ ബാത്റൂമിൻ്റെ വൃത്തിയാണല്ലോ പ്രധാനമായിട്ട് നോക്കുക. ഇത് ഞങ്ങളുടെ റൂമിലത്തെ ബെഡാണ്. പിന്നെ ഈ റൂമിൽ ഒരു TV ഉണ്ട്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മോള് അവളുടെ റൂമിൽ നിന്ന് റെഡി ആയിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് കറങ്ങാൻ പോകണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് കറങ്ങാനുള്ള പരിപാടിയാണ്. നാളെയാണ് മോൾക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് അവളെയും കൊണ്ട് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിലേക്കാണ് പോയത് കേട്ടോ. മോള് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഒരു കേരള സ്റ്റൈലിലുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചതാണ്. ഇഷ്ട എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളവിടെ പോയി. അവിടെ അവർ കുറേ പാത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ചമ്മന്തിപ്പൊടിയാണെന്ന് തോന്നുന്നു. ഇത് ചമ്മന്തിപ്പൊടിയാണ്. ഇതൊക്കെ തേങ്ങ ചമ്മന്തിപ്പൊടിയാണെന്ന് തോന്നുന്നു. കുറേശ്ശെ എടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കി. പക്ഷെ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ, വേറെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടുത്തെ ചമ്മന്തികളുടെ ടേസ്റ്റ് നമുക്കധികം പിടിക്കില്ല. പിന്നെ ഇത് സോസ് പോലത്തെ ഒരു സാധനം, എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ടൊരു ടേസ്റ്റായിരുന്നു അതിന്. പിന്നെ ഇതൊരു തരം ചമ്മന്തിയായിരുന്നു. ഈ ചമ്മന്തി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കടല ചമ്മന്തിയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊന്നും അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇത് വേറൊരു തരം ചമ്മന്തിയാണ്. പിന്നെ ഇതൊരു പുതിനയിലയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയായിരുന്നു. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മോള് സാദാ മസാല ദോശ. ചേട്ടൻ ഓർഡർ ചെയ്ത ഇഡ്ഡലി വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ് കേട്ടോ. ഒരു സെറ്റ് ഇഡ്ഡലിക്ക് 95 രൂപയാണ് പറഞ്ഞത്. പക്ഷെ അവർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിൽ 2 ഇഡ്ഡലിയാണ് ഉള്ളത്. ചേട്ടാ സത്യം പറഞ്ഞാൽ ഇഡ്ഡലിയിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്ന് പോയി. 3-4 ഇഡ്ഡലി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഒരു സെറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തത്. അതുകൊണ്ട് വീണ്ടും ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്യേണ്ടി വന്നു. മസാല ദോശയ്ക്ക് ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂടെ തരുന്ന ഈ ചമ്മന്തികൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. പിന്നെയും ഭേദം ആ കൂടെയുള്ള സാമ്പാറായിരുന്നു കേട്ടോ. സാമ്പാർ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല, എങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ബില്ല് കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നാരങ്ങ മിഠായി ഉണ്ട്, പിന്നെ ജീരക മിഠായിയും
കുറച്ച് പെരിഞ്ജീരകവും. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ടാക്സി എടുത്തു. ഇനി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം കാണാൻ പോകുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടാണ്. കോഹിനൂർ രത്നം സൂക്ഷിച്ചിരുന്ന കോട്ടയാണ് ഇത് കേട്ടോ. ഈ കോട്ട കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ കോട്ട കാണാൻ വേണ്ടി പോവുകയാണ്. എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കോട്ടയുടെ ദൃശ്യമാണ് ഇത് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ നേരെ നടന്നിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. അതിന് ശേഷമാണ് കോട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കുകയാണ്. ഫുൾ കരിങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ള ഒരു കോട്ടയാണിത്. കരിങ്കല്ല് മാത്രമേ ഇതിലുള്ളൂ, വേറെ ഒന്നും ഇതിലില്ല. ഫുള്ളും ഇത് പണിതേക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണ് കേട്ടോ. അതൊരു പ്രത്യേകതയാണ് ഈ കോട്ടയുടെ. ഇത് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് 25 റുപ്പീസും ഫോറിൻസിന് 300 രൂപയാണ് ഇവിടുത്തെ ചാർജ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമുണ്ട്. ഈ കവാടത്തിൻ്റെ പേരാണ് ഫത്തേ ദർവാസ. ഇതിൻ്റെ അർത്ഥം ഗേറ്റ് ഓഫ് വിക്ടറി എന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ കുത്തബ് ഷാഹി രാജവംശത്തിലത്തെ അവസാനത്തെ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ കോട്ട മുഗൾ ചക്രവർത്തി ഔറംഗസേബ് പിടിച്ചെടുത്തു. 1687 ഔറംഗസേബ് ഈ കോട്ട പിടിച്ചെടുക്കുന്നത്. അങ്ങനെ കോട്ട പിടിച്ചെടുത്ത ഔറംഗസേബാണ് ഈ കോട്ടവാതിലിന് ഗേറ്റ് ഓഫ് വിക്ടറി അല്ലെങ്കിൽ വിജയത്തിൻ്റെ വാതിൽ എന്നർത്ഥം വരുന്ന ഫത്തേ ദർവാസ എന്ന പേര് നൽകിയത്. ഈ കോട്ടവാതിൽ കടന്നെത്തുന്ന സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ കൈകൊട്ടുന്നത് കാണാട്ടോ. ഇവിടെ നിന്ന് കൈകൊട്ടിയ അതിൻ്റെ പ്രതിധ്വനി അപ്പുറത്തുള്ള കോട്ടയിലെ പ്രധാന കെട്ടിടത്തിൽ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും എന്നാണ് പറയണത്. അങ്ങനെ പ്രത്യേക രീതിയിലും താളത്തിലൊക്കെ കൈകൊട്ടിയിട്ടാണ് കോട്ടവാതിലിൽ നിന്നുള്ള വിവരങ്ങൾ രാജാക്കന്മാർ പണ്ടൊക്കെ അറിയിച്ചിരുന്നത് അത്രേ. എന്തായാലും കോട്ടയിൽ വരുന്ന എല്ലാവരും ഇവിടെ നിന്നൊന്ന് കൈകൊട്ടി നോക്കാറുണ്ട്. ഇവിടെ ഈ കോട്ടയുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കുള്ളിൽ കയറി കോട്ടയിലെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ. ഈ കോട്ടയിൽ അങ്ങനെ വാതിലുകളൊന്നുമില്ല, വാതിലുകളില്ലാത്തൊരു കോട്ടയാണിത്. വാതിലുകളൊന്നും നമുക്ക് സാധാരണഗതിയിലൂടെ കാണാനില്ല. ചില കെട്ടിടങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഗ്രില്ലിൻ്റെ വാതിലൊക്കെ കാണുന്നത്. അത് ഇപ്പോൾ വെച്ചതാണോയെന്നറിയില്ല, പണ്ട് ഉണ്ടായിരുന്നോന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കോട്ടയാണ് കേട്ടോ ഇത്. ഫുൾ കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ ഒരു കോട്ട തീർത്തത് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു അത്ഭുതം തന്നെയാണ്. 11-ാം നൂറ്റാണ്ടിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1143 കാകതീയ രാജവംശത്തിൽപ്പെട്ട പ്രതാപരുദ്രൻ എന്ന രാജാവാണ് ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. ഇത് മണ്ണുകൊണ്ടാണ് ആദ്യം നിർമ്മിച്ചതെന്നാണ് പറയണത്. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് വന്ന രാജാവായിരുന്ന ഖുലി ഖുതബ് അൽ മുൽക്ക് എന്ന രാജാവാണ് കോട്ട ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചെടുത്തത്. ഇദ്ദേഹം കുത്തബ് ഷാഹി രാജവംശത്തിലെ സുൽത്താനായിരുന്നു കേട്ടോ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗോൽക്കൊണ്ട പാലസ്. പിന്നീട് അവരുടെ തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഈ ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷെപ്പേർഡ്സ് ഹിൽ എന്നാണ്, അതായത് ആട്ടിടയന്മാരുടെ മല. ഈ മലയിൽ സ്ഥിരമായിട്ട് ആട്ടിടയന്മാർ ആട് മേയ്ക്കാൻ വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പണ്ട് ആട് മേയ്ക്കാൻ വന്ന ആട്ടിടയന്മാരിൽ ഒരാൾ ഈ മലയുടെ മുകളിൽ ഒരു ദേവീ വിഗ്രഹം കാണുകയും ആ വിവരം കാകതീയ മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ദേവീ വിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മണ്ണ് കൊണ്ട് ചെറിയൊരു കെട്ടിടം പണിതു കാകതീയ രാജാവ്. അങ്ങനെയാണ് ഈ കോട്ടയുടെ ഉത്ഭവം എന്ന്. പിന്നീട് കുത്തബ് ഷാഹി രാജവംശം അതിനെ സ്ട്രോങ് ആയിട്ടുള്ള കോട്ടയാക്കിയിട്ട് ഈ ലെവലിൽ കാണുന്ന സ്ട്രോങ് ആയിട്ടുള്ള കോട്ടയാക്കി ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. ഇത് റോയൽ പാലസ് ആണ് കേട്ടോ. ഈ കാണുന്ന ഹോൾസൊക്കെ പണ്ട് വിളക്കുകൾ കത്തിച്ച് വെക്കാനുള്ള ഹോൾസാണെന്നാണ് പറയുന്നത്. പണ്ട് ഇലക്ട്രിസിറ്റി ഒന്നുമില്ലല്ലോ, അപ്പോൾ വിളക്കുകൾ കത്തിച്ച് വെക്കാനുള്ള ഹോൾസാണത്. ഈ കെട്ടിടത്തിൽ 2 ഫേമസ് ഡാൻസേഴ്സാണ് അത്ര താമസിച്ചിരുന്നത്. താരാമതി, ബ്രഹ്മാമതി എന്ന് പറഞ്ഞിട്ടുള്ള 2 റോയൽ ഡാൻസേഴ്സാണ് താമസിച്ചിരുന്നത്. ഇത് റോയൽ ടോയ്ലറ്റാണ്, അവർ യൂസ് ചെയ്തിരുന്നതാവാം. അങ്ങനെ റോയൽ ടോയ്ലറ്റാണിത്. ഇത് കോട്ടയുടെ സെൻറ്റർ പോർഷനാണ്. ഇതിന് ചുറ്റും കോട്ടയാണ്. ഇവിടെ ഒരു 4 പീരങ്കി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മോസ്കാണ് കേട്ടോ.
സാധാരണ ജനങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കോട്ടയ്ക്കുള്ളിലെ മോസ്കാണത്. ഞങ്ങൾ കോട്ടയുടെ മുകളിലേക്കൊന്നും കയറുന്നില്ല, ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പം നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ച് നടക്കുന്നത്. ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരത്ത് പരന്ന് കിടക്കുന്ന വലിയ കോട്ടയാണിത് കേട്ടോ. കോട്ടയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അവർ വന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കും. ഒരു പ്രിൻറ്റിന് 100 രൂപയാണ്. ഞങ്ങൾ അവിടുന്ന് 2 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ഫോട്ടോയും ഞങ്ങൾ വാങ്ങി. ഇനി നമുക്ക് കോട്ടയിൽ നിന്നും തിരിച്ചു പോകാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും ഹൈദരാബാദ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.